ശബരിമലയിൽ കളിച്ച് 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 എല്ലാവരും കോടതിയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു എല്ലാം കൂടി. ഇപ്പോൾ അവിടെ പൂ വാങ്ങണമെങ്കിൽ, പുഷ്പം വാങ്ങണമെങ്കിൽ, തിരി വാങ്ങണമെങ്കിൽ, ശർക്കര വാങ്ങണമെങ്കിൽ, അയ്യപ്പൻ്റെ അവിടെ എന്ത് നടത്തണമെങ്കിലും കോടതിയുടെ ഇടപെടൽ ഉണ്ടെങ്കിലേ കഴിയൂ എന്നുള്ള നിലയിൽ ശബരിമലയെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ശബരിമല ദേവസ്വം മന്ത്രി ഉണ്ടായിട്ട് പോലും ദേവസ്വം മന്ത്രിക്ക് പോലും സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കഴിയാത്ത നിലയിൽ ജുഡീഷ്യൽ ആക്ടിവിസം ഉണ്ടായിരിക്കുന്നു എന്നൊരു ആക്ഷേപം കൂടെ വന്നിരിക്കുന്നു. പക്ഷേ ജുഡീഷ്യൽ ആക്ടിവിസം ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇരിക്കുന്നവൻ നേരെ ഇരുന്നാൽ മാത്രമേ, പിന്നെ അടുത്ത വാക്ക് ഞാൻ ചാനലിലൂടെ പറയുന്നില്ല, ചെയ്യുന്ന ആളിന് പ്രവൃത്തി ചെയ്യുന്ന ആളിന് നേരെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നൊരു രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇരിക്കുന്നവർ നേരെ ഇരുന്നില്ലെങ്കിൽ അവിടെ വല്ലവരും കയറി ഇരിക്കും എന്നുള്ളതാണ് പ്രധാനം. എന്തായാലും ഈ ഗവൺമെൻറ്റിന് അത് പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ 10 വർഷക്കാലം ശബരിമലയിൽ കാട്ടിക്കൂട്ടിയ എല്ലാ തെമ്മാടിത്തരങ്ങളും കോടതി കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ എങ്ങോട്ട് പോകുമായിരുന്നു എന്നുള്ളത് വളരെ വിഷയമാണ്. എന്തായാലും മുരളീധരൻ ധാരാളം പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹമുണ്ട്. പക്ഷേ ആഗ്രഹം സാധിക്കണമെങ്കിൽ അതിന് കോടതിയുടെ ഒരുപാട് ഇടപെടലായാൽ കഴിയില്ല. അതുകൊണ്ട് തന്നെ അടിയന്തരമായി കോടതി ഈ SITയുടെ പ്രവർത്തനങ്ങൾ അത് കൃത്യമായി വിലയിരുത്തി കള്ളന്മാരെയും കൊള്ളക്കാരെയും കൊള്ളാന്മാരെയൊക്കെ പിടിച്ച് അകത്തിട്ട് കോടതിയിൽ നിന്ന് സ്വതന്ത്രമായി കമ്മിറ്റിയെ പ്രവർത്തിക്കാൻ അനുവദിക്കണം. അതിൽ നിന്ന് കെ മുരളീധരൻ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം, ശബരിമലയ്ക്ക് ഈ ദേവസ്വം ബോർഡ് പോരാ, 3 അംഗങ്ങളുള്ളൊരു ദേവസ്വം ബോർഡിനെ വെച്ചുകൊണ്ട് ഈ കളി നടക്കത്തില്ല. ശബരിമലയ്ക്ക് വളരെ കൃത്യമായ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള എൻറ്റിറ്റി ആവശ്യമുണ്ട്. അത് ദേവസ്വം ബോർഡിന് അകത്ത് ചെയ്താലും അത് സാങ്കേതികമായി നിങ്ങൾ ആലോചിച്ചോളൂ. പക്ഷേ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആവശ്യമുണ്ട്. ആ എൻറ്റിറ്റിയിൽ പന്തളം കൊട്ടാരത്തിലുള്ളവരെയും ചേർക്കണം, അവിടുത്തെ പ്രതിനിധികൾ ഉണ്ടാവണം. അതുപോലെ തന്നെ അരയ സമുദായത്തിന് ആ അമ്പലത്തിൽ, ആ ക്ഷേത്രത്തിൽ വലിയ സേ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അരയ മൂപ്പന് വലിയ സേ ഉണ്ട്. ഇപ്പോഴും അരയ മൂപ്പന്മാരുണ്ടെങ്കിൽ അവരിൽ ഒരാളെയും ഈ സമിതിയിലേക്ക് കൊണ്ടുവരണം. ശൈവ വെള്ളാള സമുദായത്തിൽപ്പെട്ടവരാണ്, റാന്നി പെരുന്നാടുള്ളവരാണ് ഈ വിഷയത്തിൽ അമ്പലത്തിൽ ചടങ്ങ് ചെയ്യുന്നതിൽ മറ്റൊരു പ്രബല സമുദായ വിഭാഗം. പ്രത്യേകിച്ച് എരുമേലി പേട്ടതുള്ളലുമായി ബന്ധപ്പെടുത്തിയും അവിടുത്തെ ചെറിയ വീടുമായും ഒക്കെ, പിള്ള വീട് അമ്മ വീടെന്ന മറ്റോ പേരാണ്, അവിടുത്തെ ചെറിയ വീടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ ബന്ധമാണ് ആ സമുദായത്തിനുള്ളത്. അപ്പോൾ സമുദായവും ജാതിയും മതമൊന്നും പറഞ്ഞതല്ല ഞാൻ. പക്ഷേ ശബരിമലയെ സംബന്ധിച്ച് അവിടെ വളരെ നൂറ്റാണ്ടുകളായി വർഷങ്ങളായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഭാഗങ്ങളാണ് ഇവരൊക്കെ. അവരെയും കൂടി ചേർത്ത് കൊണ്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു ശബരിമല ഉപദേശക സമിതി, പിന്നെ റിട്ടയർഡ് ആയിട്ടുള്ള ജഡ്ജിമാരോ അല്ലെങ്കിൽ വളരെ സത്യസന്ധരായ ഉദ്യോഗസ്ഥരോ വളരെ സത്യസന്ധരായ പിന്നെ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ്റെ ആളുകളെയോ പോലീസ് ഓഫീസർമാരെ ആരെയും വെച്ചോളൂ. ഒരു 10,000-കണക്കിന് ആൾ വേണ്ടല്ലോ. 5, 6, 10 പേരടങ്ങുന്ന ഒരു നല്ല ഉപദേശക സമിതി ശബരിമലയിൽ വച്ചാൽ വളരെ മനോഹരമായിരിക്കും. അത് ഇവിടുത്തെ ഹിന്ദു വിഭാഗക്കാർക്ക് കൂടി ഇഷ്ടമുള്ള താല്പര്യം എന്ന് അതിൻ്റെ അർത്ഥം അവർ പറയുന്ന ആളെന്നുള്ളതല്ല, ഒരു ഭക്തിയിലും അമ്പലത്തിൽ പോകുന്ന ഭക്തിയൊക്കെ ഉള്ള ആളിനല്ലാതെ ഒരു സാധാരണ ആളുകളെ വെക്കരുതെന്നുള്ള അർത്ഥത്തിലാണ്. ഈ അമ്പല വിരോധികളെ കൊണ്ട് അമ്പലത്തിൽ വെക്കരുതെന്നുള്ള അർത്ഥത്തിലാണ്. ആ അർത്ഥത്തിൽ ഒരു സമിതിയൊക്കെ വന്നുകൊണ്ട് ശബരിമലയിൽ വലിയ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ടുള്ള ഉത്സവം നടക്കണം. അവിടുത്തെ സമ്പത്ത് കൊള്ളയടിച്ചു പോകാതിരിക്കാനുള്ള പ്രവർത്തികൾ കെ മുരളീധരനിൽ നിന്നുണ്ടാകണം. അത് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇപ്പോൾ കെ മുരളീധരൻ മന്ത്രിക്ക് ഇടപെടുന്നതിനുള്ള പരിമിതി എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും കോടതി തന്നെ പറയുന്നു അഭിപ്രായം എന്നുള്ളത് വലിയൊരു പരിമിതി തന്നെയാണ്. അത് തീർച്ചയായിട്ടും അത് മാറ്റും എന്ന് തന്നെയാണ് കരുതുന്നത് കോടതി. അതിനാവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കും. തീർച്ചയായും ശബരിമലയിലെ ദേവസ്വം സംവിധാനം പൊളിച്ചെഴുതണം. കേരളത്തിലെ ദേവസ്വം ബോർഡ് സംവിധാനവും പൊളിച്ചെഴുതേണ്ട സമയം കഴിഞ്ഞു. അതുപോലെ തന്നെ മലബാർ ദേവസ്വം, ഗുരുവായൂർ ദേവസ്വം, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിന് ദേവസ്വം, ഇങ്ങനെ പല ദേവസ്വം ആവശ്യമുണ്ടോ എന്നുള്ള കാര്യവും ഒന്ന് ആലോചിക്കണം. ഇതെല്ലാം കൂടി സമഗ്രമായി പഠിക്കുന്നതിനുള്ളൊരു കമ്മീഷനെ വച്ചാലും സാരമില്ല. അങ്ങനെ ഒരു കമ്മീഷനെ വെച്ച് വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് കേരളത്തിലെ ക്ഷേത്ര സ്വത്ത് സംരക്ഷിക്കുന്നതിനും ക്ഷേത്രാചാരങ്ങളിൽ ഹിന്ദുക്കളുടേതാണ് ക്ഷേത്രം എന്നുള്ളത് കൊണ്ട് പ്രധാനമായി മറ്റുള്ളവർ വരും പോകും, അത് വേറെ വിഷയം. എന്നാൽ ഹിന്ദുക്കളെ സംബന്ധിച്ച് ഭക്തരെ കൂടി ഉൾപ്പെടുത്തുന്ന, വിശ്വാസികളെ കൂടി ഉൾപ്പെടുത്തുന്ന മനോഹരമായ നിയമങ്ങൾ ഉണ്ടാക്കി വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ക്ഷേത്രഭരണം നടത്താൻ മുരളീധരന് കഴിയട്ടെ. താങ്കൾ ഒരു വിശ്വാസി കൂടിയാണ്, ഒരു ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണ്. അപ്പോൾ താങ്കൾക്കായിരിക്കും ചരിത്രത്തിൻ്റെ നിയോഗം. അത് കോടതിയിൽ അപ്പീൽ കൊടുത്തോ അല്ലെങ്കിൽ കേസ് കൊടുത്തോ കോടതിയിൽ അഭ്യർത്ഥന നടത്തിയോ ഇന്നുള്ള കേസുകൾ വളരെ പെട്ടെന്ന് തീർക്കുവാനും പുതിയ കേസുകൾ വരാതിരിക്കാനും
വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും നടക്കട്ടെ. ശബരിമലയിൽ നിന്ന് തുടങ്ങാം. കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങൾക്കും ഒരു നവോത്ഥാനം നടത്താൻ അങ്ങേക്ക് കഴിയും. അങ്ങേക്ക് അത് ചെയ്യുമ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഉപദേശ സമിതികളെയും അതുപോലെ തന്നെ ഭക്തജന സമിതിയും ഒക്കെ പുനഃസംഘടിപ്പിക്കാനും അവിടെ കുറെ കൂടി കൃത്യവും ക്രിസ്റ്റൽ ക്ലിയറുമായിട്ടുള്ള സുതാര്യമായിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സാമ്പത്തിക ഇടപാടും അവിടെ ഭരണവും നടക്കുവാനുള്ള മനോഹരമായ നിയമങ്ങൾ കൃത്യമായി ഉണ്ടാക്കണം. ഓരോ അമ്പലത്തിലും ഉപദേശ സമിതി, അത് ഏതമ്പലം, ഏത് കുഞ്ഞമ്പലമായാലും ഉപദേശ സമിതി എടുത്താൽ, അത് ഉത്സവ കമ്മിറ്റി എടുത്താൽ പോലും, ഉത്സവ കമ്മിറ്റി എടുത്താലും ഉത്സവ കമ്മിറ്റി അംഗങ്ങൾ ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ, ക്ഷേത്രത്തിന് മുന്നിൽ വന്ന് പ്രതിജ്ഞ ചെയ്യണം. അങ്ങനെ പ്രതിജ്ഞ ചെയ്യുന്നവർക്ക് മാത്രമേ ആ സമിതിയിൽ തുടരാൻ അവകാശമുള്ളൂ. നമുക്ക് അസംബ്ലിയിൽ, നിയമസഭയിൽ ആളുകൾ വന്നാൽ ഭരണഘടനയെ തൊട്ട് പ്രതിജ്ഞ ചെയ്യണം. പാർലമെന്റിൽ പോയി രാജ്യസഭാ അംഗമോ ലോകസഭ ആയാൽ അവിടെ തൊട്ട് തൊഴണം, ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യണം. അതുപോലെ തന്നെ അമ്പലങ്ങളിൽ താൻ വിശ്വാസിയാണെന്നും താൻ ഭക്തനാണെന്നും താൻ ഭക്തിപൂർവ്വം കാര്യങ്ങൾ ചെയ്യുമെന്നും ഇവിടുത്തെ കൊള്ള അടിച്ചുകൊണ്ട് പോകില്ല എന്നും ഇവിടുത്തെ കൊള്ള നടത്തൂല എന്നുമൊക്കെ ഉള്ള കൃത്യമായൊരു പ്ലെഡ്ജ്, ഒരു പ്രതിജ്ഞ എടുക്കുന്നവർക്ക് വേണ്ടി മാത്രമേ, താൻ വിശ്വാസിയാണെന്ന് ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നവർക്ക് വേണ്ടി മാത്രമേ ഉത്സവ കമ്മിറ്റിയിലും അംഗത്വം കൊടുക്കാവൂ. അത് പിന്നെ അമ്പല കമ്മിറ്റിയുടെ ഉപദേശ സമിതിയിലും അങ്ങനെ ഒരു നിർബന്ധം വയ്ക്കണം. അങ്ങനെ ആ രീതിയിലൊക്കെ ചെയ്ത് ക്ഷേത്രങ്ങളെ അതിൻ്റെ തനത് സംസ്കാരത്തിലും തനത് പരിശുദ്ധിയിലും ക്ഷേത്രങ്ങളെ വീണ്ടെടുക്കുവാനുള്ള ഒരു ക്ഷേത്ര പ്രവേശന വിളംബരം നടന്ന നാട്ടിൽ ക്ഷേത്ര നവോത്ഥാന പ്രസ്ഥാനം രൂപപ്പെടുത്താൻ മുരളീധരന് കഴിയട്ടെ. അത് ശബരിമലയിൽ നിന്ന് തുടങ്ങാം, കഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും അങ്ങയുടെ ഈ ഒരു വിഷമം, അങ്ങയുടെ ഈ ഒരു വിലാപം തീർച്ചയായും കേരള സമൂഹം കേൾക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും കോടതി ഇടപെടുന്നത് കൊണ്ടുണ്ടാകുന്ന പരിമിതി വളരെ വലുതാണ്. എന്തായാലും അതിന് വരുന്ന ആളുകളിൽ ഈ ജൂലൈയിൽ തന്നെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. SITയുടെ റിപ്പോർട്ട് കോടതിയിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ശബരിമലയിലെ വിഷയത്തിൽ തീരുമാനമാകും. ആ തീരുമാനം വരുന്ന മുറയ്ക്ക് ബാക്കി കാര്യങ്ങളിലും തീരുമാനിക്കാൻ കോടതിക്ക് കഴിയട്ടെ. എന്തായാലും അമ്പലങ്ങളുടെ നടത്തിപ്പ് വിശ്വാസികൾക്കും ഭക്തർക്കും കൂടി അവകാശം കൊടുക്കുന്ന പുതിയൊരു കേരളം ഉണ്ടായി വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനു വേണ്ടിയിട്ടുള്ള മുൻകൈ എടുക്കാൻ K. മുരളീധരൻ മന്ത്രിക്ക് കഴിയട്ടെ.